അർത്ഥങ്ങൾ പലതാണ്, പദപ്രയോഗങ്ങളും പല നിലക്ക് ഇതിന് വന്നിട്ടുണ്ട്. അറബത്തുൻ എന്ന് ചിതലിന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഖുത്ബക്കും മറ്റും എഴുന്നേറ്റ് നിന്നിരുന്ന ഒരു ഈത്തപ്പനമുട്ടിയെക്കുറിച്ച് ഉബൈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മിമ്പറിൽ പണിതതിൽ പിന്നെ തിരുനബി താൻ കയറി നിന്നിരുന്ന ഈത്തപ്പനമുട്ടി ഒഴിവാക്കി തൻ്റെ മിമ്പറിലേക്ക്, പുതിയ മിമ്പറിലേക്ക് കയറാൻ ചെന്ന സന്ദർഭം ആ ഈത്തപ്പനമുട്ടി ഏങ്ങിക്കരഞ്ഞ ചരിത്രം. സമിഅനൽ ഖശബത തഹിന്നു ഹനീനൽ വാലിഹ് എന്നാണ്. ഏങ്ങിക്കരയുന്നത് കേട്ടു എന്നാണ്. ഹത്ത തസദ്ദാ വൻഷഖ്, അത് പിളർന്നു പോകാറായി, അങ്ങനെ അത് ഏങ്ങിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അതിലേക്ക് ചെന്ന് അണച്ചുപൂട്ടി അതിനെ ആശ്വസിപ്പിച്ച ചരിത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശമേറ്റ ആ ഈത്തപ്പന മുട്ടി, അതിനെക്കുറിച്ച് ഉബയ്യ് പറയുന്നത്, പിൽക്കാലത്ത് മസ്ജിദ് പുനർനിർമ്മിച്ചപ്പോൾ ഞാൻ അതിനെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതെൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഫഅകലതുഹുൽ അറദതു വആദ റുഫാതൻ എന്നാണ്. അതിനെ ചിതലു തിന്നു, അത് അങ്ങനെ മണ്ണായി പൊടിയായി മാറി എന്നുള്ളതാണ്. ഇവിടെ അൽ അറദത്ത് എന്നുള്ളത് ചിതലിന് പ്രയോഗിക്കപ്പെട്ടു. ഞാൻ ഇതൊക്കെ ഇവിടെ ഉണർത്തിയത് ഈ ഒരു പദത്തിൻ്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്.